അമേരിക്കൻ ചാരസംഘടന CIA മോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി റിപ്പോർട്ട്. എല്ലാ ആസൂത്രണങ്ങളും നടത്തുന്നത് ധാക്ക കേന്ദ്രമാക്കി. കർശന ജാഗ്രതയിൽ ഇന്ത്യ. പ്രധാനമന്ത്രി മോദിയെ വധിക്കാനുള്ള ഗൂഢാലോചനാ കേന്ദ്രവും പരിശീലന കേന്ദ്രവുമൊക്കെയായി ബംഗ്ലാദേശിലെ ധാക്ക മാറുകയാണെന്ന് റിപ്പോർട്ട്. റഷ്യൻ ഇന്റലിജൻസ് ഏജൻസിക്ക് ലഭിച്ച അത്തരമൊരു റിപ്പോർട്ടിനെ തുടർന്ന് വലിയ ജാഗ്രതയിലാണ് ഇന്ത്യ. ചൈനയിൽ ഓഗസ്റ്റ് 31 തുടങ്ങിയ SCO സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ മോദിയെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കി ബംഗ്ലാദേശിലെ ധാക്കയിൽ അതിനുള്ള നീക്കങ്ങൾ നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയുടെ ഫോറിൻ ഇന്റലിജൻസ് ഏജൻസിക്ക് ഇതിനുള്ള സൂചന ലഭിച്ചിരുന്നതായി പറയുന്നു. മോദിയെ വധിക്കാൻ ധാക്കയിൽ എത്തിയത് ചെറിയ ആൾക്കാരല്ല. അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെ 2 ഉദ്യോഗസ്ഥർ ഇവിടെ നേരത്തെ എത്തിയിരുന്നു എന്നും അവർ കുറച്ചുപേർക്ക് ഇക്കാര്യത്തിൽ പരിശീലനം നൽകിയെന്നുമാണ് റിപ്പോർട്ട്. അതിലൊരു CIA ഉദ്യോഗസ്ഥനായ ടെറസ് ജാക്സനെ വെസ്റ്റേൺ ധാക്ക എന്ന അന്താരാഷ്ട്ര ഹോട്ടൽ മുറിയിൽ ആഗസ്റ്റ് 31 മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇയാളുടെ മൃതദേഹം നഗ്നമായ നിലയിലായിരുന്നു. രഹസ്യസേനകൾ ഒരാളെ വധിക്കാനായി നൽകുന്ന അപൂർവ ഇനം വിഷമുള്ളിൽ ചെന്നാണ് ഇയാൾ മരിച്ചത് എന്നാണ് റിപ്പോർട്ട്. പക്ഷേ ബംഗ്ലാദേശ് പോലീസിനെ പോലും ഉള്ളിൽ കടത്താതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അനുവദിക്കാതെ അമേരിക്കയുടെ പ്രത്യേക പോലീസ് സംഘമാണ് ധാക്കയിൽ വെസ്റ്റേൺ ഹോട്ടൽ മുറിയിൽ നിന്നും ടെറസ് ജാക്സന്റെ മൃതദേഹം അമേരിക്കയിലേക്ക് അതീവ രഹസ്യമായി കൊണ്ടുപോയത്. CIA-യുടെ ഉദ്യോഗസ്ഥനായ ടെറസ് ജാക്സൺ ഒരു സംഘം യുവാക്കൾക്ക് മോദി വധിക്കാനായി പരിശീലനം നൽകിയിരുന്നതായും വാർത്തകളുണ്ട്. രണ്ടാമത്തെ CIA ഉദ്യോഗസ്ഥൻ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വിവരമില്ല. ടെറസ് ജാക്സനെ വധിച്ചത് റഷ്യയുടെ രഹസ്യ സംഘടനയാണെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. സെപ്റ്റംബർ 1 മോദിയും പുടിനും തമ്മിൽ ചൈനയിൽ നടന്ന മീറ്റിംഗ് നേരത്തെ നിശ്ചയിച്ച ഹോട്ടൽ മുറിയിൽ നടത്താതെ പുടിന്റെ സ്വകാര്യക്കാരായ ഓറസ് ലിമൂസിനകത്തേക്ക് മാറ്റിയത് മോദിയുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട് ചില രഹസ്യ വിവരങ്ങൾ റഷ്യൻ ചാര സംഘടനയ്ക്ക് ലഭിച്ചതിനാലാണ് എന്നും പറയുന്നു. ഈ കാറിനകത്ത് വിവർത്തകരെ പോലും ഒഴിവാക്കി 1 മണിക്കൂർ നേരമാണ് പുടിനും മോദിയും ചർച്ചകൾ നടത്തിയത്. എന്തായാലും ധാക്കയിൽ പാകിസ്ഥാൻ സൈന്യവും കൂടുതലായി പിടിമുറുക്കുന്നതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. അസിം മുനീർ ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു. നിരന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള പട്ടാള സംഘം ബംഗ്ലാദേശ് സന്ദർശിക്കുന്നു. ഇന്ത്യയുടെ 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തുന്ന വെറും 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരി എന്ന ഭൂപ്രദേശത്തെ ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ചിക്കൻ കഴുത്ത് വെട്ടി അസം, അരുണാചൽ പ്രദേശ്, സിക്കിം തുടങ്ങി 8ഓളം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ബംഗ്ലാദേശ് മുൻ മേജർ ജനറലായ ഫസ്ലൂർ റഹ്മാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് വെട്ടി 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതായത് സിക്കിമിനെ ഒഴിവാക്കുമ്പോൾ 7 സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമാകും എന്നായിരുന്നു ഫസ്ലൂർ റഹ്മാന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് സന്ദർശിച്ച പാകിസ്ഥാന്റെ അസിം മുനീർ കഴിഞ്ഞാലുള്ള 2ാമത്തെ പട്ടാള മേധാവിയായ ജനറൽ സഹീർ ഷംസദ് മിർസയ്ക്ക് നൽകിയത് ഇന്ത്യയുടെ 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കി മാറ്റിയ പുതിയ തരത്തിലുള്ള ഒരു ഭൂപടമാണ്. ഇതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ചൈനയ്ക്കും ബംഗ്ലാദേശിൽ വലിയ താല്പര്യമുണ്ട്. ബംഗ്ലാദേശിലെ ഒരു പഴയ വ്യോമസേനാ താവളം ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ ബംഗ്ലാദേശ് പുതുക്കി പണിതിരിക്കുകയാണ്. US ബംഗ്ലാദേശിൽ ശക്തമായി പിടിമുറുക്കാൻ ശ്രമം നടത്തുന്നു. ഇവരുടെ സാന്നിധ്യമെല്ലാം ഇന്ത്യക്ക് ഭീഷണിയാണ്. കഴിഞ്ഞ ദിവസം യൂനുസ് നടത്തിയ ഈ നീക്കവും ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കുന്നു. അസം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂപടത്തിന്റെ കവർ ചിത്രമുള്ള ആർട്ട് ഓഫ് ട്രയംഫ് യൂനുസ് കൈമാറിയത് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്കാണ്. പാകിസ്ഥാനിലെ ഉന്നത സൈനിക ജനറലിന് തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന്റെ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന വാദങ്ങളെ ശരിവയ്ക്കുന്ന ഭൂപടമാണ് സമ്മാനിച്ചത്. അതിന്റെ പിന്നിലും നരേന്ദ്രമോദിയെ തകർക്കാനുള്ള ഡീപ് സ്റ്റേറ്റിന്റെ ഗൂഢ അജണ്ട ഉണ്ട് എന്നത് തള്ളിക്കളയാനാകില്ല. ഉയർന്ന വാദങ്ങൾ തെറ്റാണെന്നും കെട്ടിച്ചമച്ചതാണ് എന്നതുമാണ് ഈ സംഗതി. മാപ്പിന്റെ സംഗതി വിവാദമായതോടെ ബംഗ്ലാദേശ് നൽകിയ വിശദീകരണം. ഇന്ത്യൻ സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ ബംഗ്ലാദേശിന്റെ മുൻകാല ഹിസ്റ്ററി വിലയിരുത്തുമ്പോൾ ഇത് ഇന്ത്യക്കെതിരായുള്ള ഒരു നീക്കമായി മാത്രമേ കരുതാൻ സാധിക്കുകയുള്ളൂ. അസം, ത്രിപുര, പശ്ചിമ ബംഗാൾ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തി ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ആശയം ഭൂപടത്തിന്റെ രൂപത്തിൽ യൂനുസിന്റെ അടുത്ത അനുയായി നഹീദുൽ ഇസ്ലാം എക്സിലൂടെ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അന്നും അത് വിവാദമായി. വൈകാതെ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. ബംഗ്ലാദേശിൽ അധികാരത്തിൽ എത്തുന്നവർ ആദ്യം നടത്തുന്ന വിദേശ പര്യടനം ഇന്ത്യയിലേക്കാണ്. യൂനുസ് ആദ്യം വെച്ചുപിടിച്ചത് ചൈനയിലേക്കാണ്. ചൈനയിൽ സന്ദർശനം നടത്തുക മാത്രമല്ല, അവിടെ ചെന്ന് അദ്ദേഹം ഇന്ത്യ വിരുദ്ധ പ്രസംഗവും നടത്തി. ഇന്ത്യയുടെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമില്ല എന്നും ബംഗാൾ ഉൾക്കടലിന്റെ സംരക്ഷകർ തങ്ങളാണ് എന്നാണ് യൂനുസ് പ്രസ്താവിച്ചത്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ബംഗ്ലാദേശിലേക്ക് വ്യാപിപ്പിക്കണം എന്ന ഒരു നീക്കവും ചൈനയ്ക്ക് മുന്നിൽ അന്ന് യൂനുസ് വെച്ചിരുന്നു. ബംഗ്ലാദേശിന്റെ വ്യാപാര പങ്കാളിയാണ് ചൈന. ചൈനയ്ക്ക് അത്ര ചെറുതല്ലാത്ത ഒരു തുക കടം കൊടുത്തു തീർക്കാനുമുണ്ട്. സാമ്പത്തികമായി തകർന്ന തരിപ്പണമായ ബംഗ്ലാദേശിനോട് പെട്ടെന്നൊന്നും കടം വീട്ടാൻ പറയരുത് എന്ന ഉദ്ദേശമായിരുന്നു ആ പ്രീണനത്തിന് പുറകിൽ ഉള്ളത് എന്നാണ് വിലയിരുത്തൽ. ചൈന ഇന്ത്യയുടെ അരുണാചലിന് മേൽ ഇടയ്ക്കിടെ അവകാശവാദം ഉന്നയിച്ച് എത്തുന്നതുമുണ്ട്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരായ അതിക്രമങ്ങളെ ഇന്ത്യ തുടർച്ചയായി അപലപിക്കുന്നു.
യൂനിസുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിട്ടുമില്ല. സ്വാഭാവികമായും ഇന്ത്യയുടെ ഈ നടപടി ബംഗ്ലാദേശിനെ ചൊടിപ്പിക്കുകയായിരുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ബംഗ്ലാദേശിന് വിദേശ സഹായം അത്യാവശ്യമാണ്. അതിന് ഇന്ത്യ തയ്യാറല്ല എങ്കിൽ ഇന്ത്യയുമായി ആരൊക്കെയാണ് ശത്രുതയിൽ അവരെ പ്രീണിപ്പിച്ച് ആ സഹായം നേടിയെടുക്കുക, അതല്ലെങ്കിൽ ഇന്ത്യ ആശങ്കയിലാഴ്ത്തി ഇന്ത്യ വരുതിയിലാക്കുക എന്നുള്ള കണക്ക് കൂട്ടലുകളാണ് യൂനിസിലുള്ളത്. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ബംഗ്ലാദേശ് കയറ്റുമതിക്ക് ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് യൂനിസിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു. നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും മ്യാൻമറിലേക്കും ബംഗ്ലാദേശിലെ ചരക്കുകൾ ഇന്ത്യ വഴി കയറ്റി അയക്കാനുള്ള ട്രാൻസ്ഷിപ്മെന്റ് കരാറും ഇന്ത്യ റദ്ദാക്കി. പ്രകോപനങ്ങൾക്കുള്ള മറുപടി വാക്ശരങ്ങളിലൂടെ ആയിരുന്നില്ല, നടപടികളിലൂടെയാണ് ഇന്ത്യ നൽകിയത്. പഹൽഗാം ആക്രമണം ആ അവസരത്തിലാണ് ഉണ്ടാകുന്നത്. ഇന്ത്യ പാക് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നതും ആ അവസരത്തിലാണ്. ഇന്ത്യക്ക് പിന്തുണയുമായി അഫ്ഗാനിസ്ഥാൻ എത്തി. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണ് എങ്കിൽ ബംഗ്ലാദേശ് ചൈനയ്ക്കൊപ്പം ചേർന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കീഴ്പ്പെടുത്തണം എന്നാണ് യൂനിസിന്റെ അടുത്ത അനുയായി ഫസ്ലുർ റഹ്മാൻ നൽകുന്ന വിശദീകരണം. പാക് അഫ്ഗാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. അതിനുശേഷം അതിർത്തികളിൽ നിന്നെല്ലാം പാകിസ്ഥാന് കണക്കിന് പ്രഹരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് പലരോടും പിന്തുണയ്ക്കായി കൈനീട്ടേണ്ട ഒരു സാഹചര്യം പാകിസ്ഥാന് വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ മുൻകൈ എടുക്കുന്നു. ഇതാണ് അതിൽ പറയുന്ന ഒരു പ്രധാന കാരണം. വ്യാപാര പ്രതിരോധ മേഖലകളിലെ പങ്കാളിത്തം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനറൽ മിർസ ബംഗ്ലാദേശിൽ എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തികളും മിർസ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയെ പ്രതിരോധിക്കാൻ ISIയുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനായി ബംഗ്ലാദേശ് മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോഴ്സസ് ഇന്റലിജൻസ് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അടച്ചിട്ട മുറിയിൽ ഇന്ത്യക്കെതിരായ പ്രതിരോധ തന്ത്രങ്ങൾ ചർച്ച ചെയ്തതായി കരുതുന്ന ആ സന്ദർശനം ഔദ്യോഗികമായിരുന്നില്ല. ഹസീനയുടെ പതനത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ സ്വാധീനം വീണ്ടെടുക്കാൻ ISI ശ്രമങ്ങൾ നടത്തുകയാണ്. ബംഗ്ലാദേശിലെ യുഖ്യ, തെക്നഫ്, മൗലി ബസാർ, ഹാബിഗഞ്ച്, ഷർപൂർ എന്നീ പ്രദേശങ്ങളാണ് ISIയുടെ നോട്ടമുള്ള പ്രദേശങ്ങൾ. ബംഗ്ലാദേശ് സൈന്യത്തിലെ ഇസ്ലാമിസ്റ്റ് ജമാഅത്ത് അനുകൂല വിഭാഗങ്ങളുമായി ചേർന്നാണ് ISI നീക്കമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തികൾ അസ്ഥിരമാക്കാനുള്ള പാക് തന്ത്രത്തിന് ബംഗ്ലാദേശ് കുടപിടിക്കുന്നതാണ് ഈ നടപടികളെല്ലാം. ഈ നീക്കങ്ങൾക്കെതിരെ ഇന്ത്യ കനത്ത ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.